അവസാനം സുരേന്ദ്രൻ പറയുന്നതാണ് ചെയ്യുന്നുള്ളത് പലപ്പോഴും വന്നിട്ടുണ്ടെന്ന് പറയാം. എക്സ്പീരിയൻസ് കൊണ്ടൊന്നും ആയിരിക്കും. എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമല്ല, ആ ഒരു കഴിവ്, അതിലുള്ള പ്രാവീണ്യം, അതിലുള്ള പ്രാഗൽഭ്യം അതുള്ള ഒരാളാണ്. ഞാൻ പലപ്പോഴും കഴിഞ്ഞ കോൺഫറൻസിൽ പറഞ്ഞു തോന്നുന്നു, പോകുന്നത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്നത് നമുക്കൊരു നഷ്ടമാണ്. ഒത്തിരി കേസുകൾ പിടിച്ചിട്ടുണ്ട്, ഈ ഇടയ്ക്ക് ഒത്തിരി കേസുകൾ പിടിച്ചിട്ടുണ്ട്, ഒത്തിരി കേസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്രയും സ്ട്രെയിൻ എടുക്കണം, സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. സിൻസിയർ, ഞാൻ നേരത്തെ പറഞ്ഞ സിൻസിയർ ആൻഡ് കമ്മിറ്റഡ് ആ ഫീൽഡിലുണ്ട്. അദ്ദേഹത്തിൽ കാണുന്ന വേറെ പ്രത്യേകതയോടെ എന്നിട്ട് ഞാൻ പറയും, ഓക്കെ കേസ് കണ്ടുപിടിച്ച് ലൊക്കേറ്റ് ചെയ്ത് സാർ ഞാൻ പ്രതി ഓക്കെ എന്നാൽ റിമാൻഡോടായിരിക്കും. അല്ല സാർ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കും, കൂടെ ഉള്ളവർക്ക് കൊടുത്താൽ എനിക്ക് വേണ്ട. ഞാൻ വേണ്ട, ഇതൊന്നും ഇരുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് വേണ്ട, റിമാൻഡ് വേണ്ട, എനിക്കൊന്നും അംഗീകാരമേ വേണ്ട, ഞാൻ ജോലി ചെയ്യുന്നു, അംഗീകാരം വേണ്ട. അങ്ങനെ പറയുന്ന ആളുകൾ വളരെ ചുരുക്കം. എന്നിട്ട് മറ്റുള്ളവർ ഈ ആഴ്ച കണ്ട് 2-3 റിമാൻഡുണ്ട്, അതിലൊക്കെ കൂടെ ഉള്ളവരെ എഴുതിയിട്ടുള്ളൂ. ഇദ്ദേഹം എഴുതിയിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ആ ഒരു ജീവിതത്തിൽ യെസ്, പക്ഷെ അത് ആ ഒരു വ്യക്തിത്വത്തെ കാണിക്കുക, ആ വ്യക്തിത്വം, ആ പേഴ്സണാലിറ്റി അതിനെ കാണിക്കുക. നമ്മുടെ ബാലകൃഷ്ണനെ ആദ്യം ഞാൻ അത്ര മനസ്സിലാക്കി, പിന്നീട് മനസ്സിലാക്കിയത് വേറെ പലരും പറഞ്ഞില്ല, ബാലകൃഷ്ണൻ പറഞ്ഞിട്ടല്ല, വേറെ പലരും പറഞ്ഞിട്ടാണ് ബാലകൃഷ്ണന്റെ കഴിവൊക്കെ മനസ്സിലാക്കിയത്. ബാലകൃഷ്ണൻ അല്ലാതെ എനിക്ക് നേരിട്ട് കാണുന്നല്ലാതെ അല്ലാതെ ഞാനൊരു വേറൊന്നിൽ കണ്ടു. കാസർ എന്നുള്ള ഒരു CD എടുത്തിട്ട് കണ്ടപ്പോൾ, കാസർഗോഡിന്റെ ഓരോ പ്രത്യേകതകളും ഓരോന്നൊക്കെ ഇവിടെ പ്രസിദ്ധീകരിച്ച കാസർ എന്നുള്ളൊരു CD, അത് ശരിക്കും നമ്മളെല്ലാവരും കാണേണ്ടതുപോലെ. ആ CD കണ്ടപ്പോൾ പെട്ടെന്നാണ് ഞാനത് അറിഞ്ഞില്ല. ബാലകൃഷ്ണൻ പേരും മുഖവും തമ്മിൽ ഏകദേശം സാമ്യം ഉണ്ടല്ലോ എന്ന് നോക്കിയപ്പോഴാണ് ശരിയാണെങ്കിൽ ഞാനാണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞത് ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ഉപരി ഒരു ഉയർന്ന ബോധത്തോടു കൂടി പല രംഗത്തും, എല്ലാ രംഗത്തും ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. എല്ലാ രംഗത്തും, മറ്റു പല രംഗത്തും. ഈ നേരത്തെ രഞ്ജിത്തൊക്കെ സൂചിപ്പിച്ച പോലെ കലാരംഗത്ത് ഉൾപ്പെടെ കുറച്ചുകൂടെ ഒരു വിവേകമുള്ള ഒരു പോലീസുകാരനെന്ന് പറയില്ലേ. പോലീസുകാരെന്ന് പറയുന്ന സാധാരണ ആളുകൾ പറയുന്ന വിവേകമില്ല, വിവേകമുള്ള ഒരു പോലീസുകാരെന്ന് പറയില്ല. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ബാലകൃഷ്ണനെ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് അനുമോദിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്ന ഈ 3 പേരും ഒരുപോലെ ഇന്നത്തെ ഈ 3 പേരും ഒരുപോലെ ഒന്നിലൊന്ന് മെച്ചപ്പെട്ടത്. അവർ ഓരോരുത്തരെയും അനുമോദിക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങളെയും ഓരോരുത്തരെയും അതിനനുമോദിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും, എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ റിട്ടയർ ചെയ്യുന്ന 2 പേർ, അവർക്ക് മറ്റെന്തൊക്കെ കാര്യം ഉണ്ടായിരുന്നാലും എന്തെല്ലാം ഉണ്ടായിരുന്നാലും കൂടെ ഞങ്ങളുടെ എല്ലാം ഓരോരുത്തരുടെയും സഹായം, ഓരോരുത്തരുടെയും സഹകരണം വാഗ്ദാനം നൽകുന്നു. ഇതിൽ ഇങ്ങനെയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന ഓഫീസേഴ്സ് അസോസിയേഷനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും ഇവർക്ക് 3 പേർക്കും എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടെ നേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉദ്ഘാടനം നടത്തുന്നു. താങ്ക് യു സാർ. അടുത്തതായി സംസാരിക്കുന്നതിന് നമ്മുടെ കാസർഗോഡ് ASP ഷിബു സാർ അവരുടെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മുടെ 2 ഓഫീസർമാരാണ് സുരേന്ദ്രൻ ഞാൻ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ തയ്യാറാക്കിയത് കഴിയണം, അത് പണിയും ചെയ്യും, നിലവിൽ പണി ചെയ്യുന്നതാണ് ഒരു ക്വാളിറ്റിയാണ് ഈ കാലത്തിൽ കാണുന്നത്. മിക്കവാറും ആൾക്കാർ ഒത്തിരി ലേസി ആവുകയാണ്, അല്ലെങ്കിൽ പണി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ലേസി. പക്ഷേ അങ്ങനെ ഇല്ലായിരുന്നു.